ഇന്ന് ദേശീയ പണിമുടക്ക് ദിവസമാണ്. പക്ഷേ രാഷ്ട്രീയ വൃത്തത്തിന് പണിമുടക്കില്ല. വാർത്തകളും വിശേഷങ്ങളുമായി രാഷ്ട്രീയ വൃത്തം തുടങ്ങുന്നു. സ്വാഗതം. അഭിലാഷേ, ഇന്ന് എന്താണ് വിശേഷം? ഇന്നിപ്പോ ഒരു പുതിയ വാർത്ത അല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം സാംസ്കാരിക നായകർ അവരുടെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിലപാട് പ്രഖ്യാപനം നടത്തുന്നത് ചർച്ച ചെയ്തല്ലോ. കൂടുതൽ സാംസ്കാരിക നായകർ രംഗത്തേക്ക് വരികയാണ്. അതിൽ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് രാഷ്ട്രീയ വിശാരദനായിട്ടുള്ള ലേഖനമൊക്കെ എഴുതുന്ന ഹമീദ് ചെന്നമംഗലൂരിന്റെ വിശകലനമാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പുകളികളും പടലപ്പിണക്കങ്ങളും മൂലം ഇടതുമുന്നണി ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഇടതുമുന്നണി ജയിക്കരുത്, തോറ്റു കൊടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ലോജിക്ക് ലോകത്ത് പലയിടത്ത്, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ അടക്കം അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്പ് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ദീർഘകാലമായി ഭരിച്ചതിന് ശേഷം ആ പാർട്ടി ഇല്ലാതായി. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇനിയും ഭരിച്ചാൽ പാർട്ടി ഇല്ലാതാവും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോലെ. എനിക്ക് അതിലൊരു വിശകലനമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് കൽപ്പറ്റ നാരായണൻ ഇന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. കൽപ്പറ്റ നമുക്കറിയാം, അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ആളാണ്. കൽപ്പറ്റ മാഷ് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഇനിയും ഇടതുമുന്നണി ഭരിച്ചാൽ സ്വജനപക്ഷപാതം കൂടും, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ രക്ഷയുണ്ടാവുള്ളൂ, റോഡും പാലവും ഒക്കെ ആര് ഭരിച്ചാലും വരും, അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് ജയിക്കട്ടെ. അപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രൈറ്റ് ആയിട്ടുള്ള കോൺഗ്രസ് ആണ് ജയിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകടനമാണ്. സച്ചിദാനന്ദ മാഷ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ടാണ്, പാർട്ടിക്ക് നന്മ വരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ എം എൻ കാരശ്ശേരി മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞത് കേട്ടു. എന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ എന്റെ ഒരു വിശകലനം എന്ന് പറയുന്നത്, തോറ്റാൽ നന്നാവോ? നമ്മൾ സ്ഫടികം സിനിമയിൽ ചാക്കോ മാഷ് മോനെ തോമസ് ചാക്കോയെ പരീക്ഷയിൽ തോപ്പിച്ച് പിന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ തോമസ് ചാക്കോ രക്ഷപ്പെട്ടിട്ടില്ല, ആടുതോമയായി മാറുകയാണ് ചെയ്തത്. തോറ്റാൽ CPM രക്ഷപ്പെടുമോ? തോറ്റാൽ ഇടതുമുന്നണി രക്ഷപ്പെടുമോ? അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ എന്ന് നോക്കിയാൽ നോക്കൂ. ഇപ്പോൾ പശ്ചിമ ബംഗാൾ 2011 ഇടതുമുന്നണി തോക്കുന്നത്. അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. സിംഗൂർ, നന്ദിഗ്രാം സംഭവങ്ങൾക്കൊക്കെ ശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണകൂടം 2011 മമതാ ബാനർജിയോട് തോക്കുമ്പോൾ ലെഫ്റ്റ് ഫ്രണ്ടിന് 41% വോട്ടുണ്ടായിരുന്നു. ത്രിപുരയിലും ആദ്യം തോൽക്കുമ്പോൾ 40% മുകളിൽ വോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ CPM-ന് 5% അല്ലെങ്കിൽ LF-ന് 5% വോട്ടേ ഉള്ളൂ. അതായത് ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട്, സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ കൊണ്ട്, ജനങ്ങൾ അതുമൂലം വെറുത്തത് കൊണ്ട് ഒരു ഇലക്ഷൻ റിസൾട്ട് എതിരായി വന്ന ആ ഘട്ടത്തിൽ 2011 41% വോട്ടുണ്ടായിരുന്ന ലെഫ്റ്റ് ഫ്രണ്ടിന് ഇപ്പോൾ 5% വോട്ടേ ഉള്ളൂ. അപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് ഇവർ നന്നാവണ്ടേ? 10 കൊല്ലം അതിൽ കൂടുതലായിട്ട് പ്രതിപക്ഷത്തിരിക്കല്ലേ, 15 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കല്ലേ? അപ്പോൾ പാർട്ടി സംഘടനാ മിഷണറി ശക്തിപ്പെടണ്ടേ? എന്ന് മാത്രമല്ല, കേരളത്തെക്കാൾ നല്ല മികച്ച യൂത്ത് ഐക്കൺസ് കേഡേഴ്സ് ഉള്ള സ്ഥലമാണ് ബംഗാൾ. എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്തത്? വളരെ 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 വ്യക്തമാണ്. കാരണം ഒരു പുതിയ എൻട്രി വന്നു, BJP-യുടെ എൻട്രി വന്നു. യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് CPM-ന്റെ കരുത്തായിരുന്ന മുസ്ലിം വോട്ട് ബേസ് അപ്പാടിന് 30% മുസ്ലിങ്ങളുള്ള സംസ്ഥാനമാണ് ബംഗാൾ. അത് അപ്പാടെ തൃണമൂലിലേക്ക് പോയി. കാരണം BJP അപ്പുറത്തേക്ക് ഒരു വലിയ ശക്തിയായി വരുന്നു. മമതയോട് എതിർപ്പുള്ള, മമതയുടെ ഗുണ്ടാരാജിൽ പ്രതിഷേധമുള്ള ഹിന്ദുക്കൾ മുഴുവനായിട്ട് BJP-യിലേക്ക് പോകുന്നു. BJP വേഴ്സസ് തൃണമൂൽ കോൺഗ്രസ് എന്നൊരു ബൈനറി അവിടെ സംഭവിക്കുമ്പോൾ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ CPM-ന്റെ പ്രകടനത്തിന് പോകുന്ന ആളുകളിൽ തന്നെ മുസ്ലിങ്ങൾ തൃണമൂലിനും ഹിന്ദുക്കൾ BJP-ക്കും വോട്ട് ചെയ്ത നിലയിലേക്ക് ഒരു കടുത്ത കമ്മ്യൂണൽ പോളറൈസേഷൻ ബംഗാളിൽ സംഭവിച്ചു. ത്രിപുരയിൽ നമ്മൾ ഏതാണ്ട് അതേ സാഹചര്യങ്ങളാണ്. വലിയ തോതിൽ BJP-യിലേക്ക് ആളൊഴുക്കം അവിടെ നിന്ന് കണ്ടു. അപ്പോൾ ഭരണം ഉള്ളതോ തുടർച്ചയായി ഭരിച്ചതോ അല്ലെങ്കിൽ തുടർച്ചയായി ഭരിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാവുന്ന വിപ്രതിപത്തിയോ എന്നുള്ളതിനപ്പുറത്തുള്ള കാരണങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ BJP ഒരു പ്രധാനപ്പെട്ട ശക്തിയായി വളർന്നു വരുന്ന സമയമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ എടുത്താൽ 16-നും 20-നും ഇടയ്ക്ക് വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയായി വരുമ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കാം. ഈ ചാക്കോ മാഷ് പേപ്പർ വെട്ടി തോപ്പിക്കുന്നത് മാതിരി ഇവിടെ ഇപ്പോൾ സച്ചിദാനന്ദ മാഷും ഹമീദ് ചേന്നമംഗലൂരും ഒക്കെ നിങ്ങളൊന്ന് തോറ്റു കൊടുത്തൂടെ എന്ന മട്ടിൽ തോറ്റാൽ തോക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ തോക്കാം. ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് വളരെ ശക്തമായി ഇവർ നന്നായി നല്ല കുട്ടികളായി വരും എന്ന് പ്രതീക്ഷിക്കേണ്ട. ബംഗാളിൽ സംഭവിച്ചതും ത്രിപുരയിൽ സംഭവിച്ചതും ഒക്കെ ഇവിടെയും സംഭവിക്കാം. അങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ അധികാര തുടർച്ച കൊണ്ട് ശക്തിപ്പെടുന്ന കാഴ്ച നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ നന്നാവണ്ട, അധികാരത്തിൽ നിന്ന് മാറി നിന്ന് നിർത്തി അവരെ നന്നാക്കണം എന്നിവർക്ക് അഭിപ്രായമില്ല. മറ്റൊന്ന് ഹമീദ് ചേന്നമംഗലൂർ എന്നും മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും ഗ്രൂപ്പുകളുടെയും വിമർശകനാണ്, എതിർപക്ഷത്താണ്. അങ്ങനെയുള്ള ഹമീദ് ചേന്നമംഗലൂരിന് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വീണ്ടും അധികാരത്തിൽ വരുന്നതിനോട് ഒരു എതിർപ്പുമില്ല. അദ്ദേഹം വളരെ നിഷ്കളങ്കമായും ആത്മാർത്ഥമായും അദ്ദേഹം LDF തകരാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ മുന്നിൽ ഈ ബംഗാളിന്റെയും ത്രിപുരയുടെയും ഉദാഹരണം ഇല്ലേ? ആ ഉദാഹരണം വെച്ചുകൊണ്ട് എന്തിനാണ് അവരിത് പറയുന്നത്? അല്ല, അതെനിക്ക് തോന്നുന്നു അവിടെ ഞാൻ കഴിഞ്ഞ അനാലിസിസിലും പറയുന്നത് നിഷ്കളങ്കത തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ സച്ചി മാഷിനോ ഹമീദ് ചേന്നമംഗലൂരിനോ MN കാരശ്ശേരി പോലുമോ ഇടതുപക്ഷം എന്ന മുന്നണി നിശേഷം ഇല്ലാതാവണം ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ ഉദ്ദേശശുദ്ധിയിൽ നമുക്ക് ആരും സംശയമില്ല. കാരശ്ശേരി പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട്. കാരശ്ശേരി ഒരു കാര്യം കൂടി ചേർത്തു. അതായത് ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് തകർന്നു പോകും. കാരണം കോൺഗ്രസ്സുകാർ BJP-യിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പിന്നെ LDF ഒരു കാര്യം ഇതൊക്കെ പറയുന്നത് പുറത്തുള്ളവർ അല്ലെങ്കിൽ ഒരു
കാൽപ്പനികമായ രാഷ്ട്രീയം എന്ന് പറയുക, അല്ലെങ്കിൽ ശരിയായ രാഷ്ട്രീയം തന്നെ. രാഷ്ട്രീയം മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണല്ലോ. ഇപ്പോൾ സച്ചിദാനന്ദ മാഷും കാരശ്ശേരി മാഷും അമിത് ചന്ദ്രമംഗലൂരൊക്കെ പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അത് ആ ധാരയിലുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ സാധാരണ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് മറ്റൊരു തരത്തിലും ചിന്തിക്കാമല്ലോ. സച്ചി മാഷിനാണെങ്കിലും അതുപോലെ തന്നെ ഹമീദ് മാഷിനാണെങ്കിലും രണ്ടുപേർക്കും ഇപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യമാണ്, ഇവരുടെ താല്പര്യം ഒരു UDF സർക്കാർ വരണം എന്നുള്ളതാണോ? അതല്ല, ഇവർക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവരെ ഉപദേശിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തണമെന്ന് പറയുന്നതിന് പകരം ഇവർ മാറട്ടെ, പുതിയത് വരട്ടെ എന്ന് എന്തിനാ പറയുന്നത്? UDF സർക്കാർ വരട്ടെ, LDF പ്രതിപക്ഷത്തിരിക്കട്ടെ, പ്രതിപക്ഷത്തിരുന്ന് നന്നാവട്ടെ, തുടർച്ചയായ ഭരണം ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള ദുഷിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഇതാണ് ഇവരെ പോലുള്ള വിമർശകർ വിമർശിച്ച് അവരെ നന്നാക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. തോറ്റാലേ നന്നാവൂ എന്നുള്ളതാണ്. അത് തീരുമാനിച്ചാൽ അത് അവിടെയുള്ള പ്രശ്നം. ഇപ്പൊ കോൺഗ്രസ് തോറ്റാൽ അല്ലെങ്കിൽ UDF തോറ്റാൽ BJP വളരും എന്ന് പറയുന്നതിനകത്ത് ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ UDFന്റെ പരമ്പരാഗതമായി കേരളത്തിലെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. അതേസമയം LDFന്റെ വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ പ്രഡോമിനന്റ്ലി ഹിന്ദുക്കളാണ്, അതിൽ തന്നെ OBC ഹിന്ദുക്കൾ. ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴും കോൺഗ്രസിന്റെ മുന്നണി ഭരിക്കുമ്പോഴും വിമർശിക്കാൻ ഇവർ കാണിക്കുന്ന ധൈര്യം BJPയും CPM-ഉം ഭരിക്കുമ്പോൾ കാണിക്കുന്നുണ്ടോ? ഇവർക്ക് ധൈര്യം കുറവുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇവർക്ക് വിമർശിക്കാനുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതാണ് ഉണ്ണി പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം എന്താ, ഇവർക്ക് ഭരണകൂട ഭീകരതക്കെതിരെ, BJPയുടെ ഭരണകൂട ഭീകരതക്കെതിരെ ഇപ്പോഴും സംസാരിക്കാമല്ലോ. CPM അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഇപ്പോഴും സംസാരിക്കാമല്ലോ. അതെന്തുകൊണ്ടാണ് ഇവർ സംസാരിക്കാത്തത്? ഇവർക്ക് പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവർക്കത് സംസാരിക്കാനും പറ്റും. CPM അതിന് വേദി. ഈ സർക്കാർ പോയി, ഒരു UDF സർക്കാർ വന്നു. UDF സർക്കാരിൽ എന്തായാലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നിർണായകമായ സ്വാധീനം ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോ അവിടെ BJP വളരാനല്ലേ കൂടുതൽ ഇടയാകുള്ളൂ. അപ്പോ അത് CPM-നെ ഇടതുപക്ഷത്തെയും കൂടുതൽ ദുർബലപ്പെടുത്തുകയുള്ളൂ. അതെന്താ ഇവർ കാണാത്തത്? അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബംഗാൾ മോഡലിൽ CPM തകരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഹിന്ദു മുസ്ലിം ബൈനറിയിലേക്ക് പോയപ്പോഴാണ് ബംഗാളിൽ സംഭവിച്ചത്. അത് നമുക്ക് തൃണമൂൽ BJP ബൈനറി എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ അവിടെ ദീക്ഷിത ധർണോടൊക്കെ കെ മധു ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഉത്തരവ് ഇതാണ്: ഈ ബൈനറി ഞങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല, കഴിയാൻ ഉള്ള സാധ്യത വളരെ പരിമിതമാണെന്നുള്ളതാണ്. അപ്പൊ ആ ബൈനറിയിലേക്ക് കേരള രാഷ്ട്രീയവും വരാം, ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിം ബൈനറിയിലേക്ക് വരാം, അല്ലെങ്കിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ ബൈനറിയിലേക്ക് വരാം. അത് LDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലെഫ്റ്റിനെ സംബന്ധിച്ച് ഒരു 10%, 5% ഉള്ള ബ്ലോക്കായിട്ട് കുറയുന്നതിലേക്ക് ഭാവിയിൽ നയിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. LDF ഭരണപക്ഷത്ത് തന്നെ തുടരണമെന്ന് നമുക്കാർക്കെങ്കിലും അഭിപ്രായങ്ങളൊന്നും അല്ല, അതല്ല, ഈ ചേർന്ന് നിന്നുകൊണ്ട് ഇടതുപക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തിൽ മറ്റു ചില ഇമ്പാക്ട്സ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇവർ കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മാത്രമാണ്. വോട്ട് ഇപ്പോഴും LDF ഉണ്ട് എന്നാണ് നമ്മളെല്ലാം കരുതുന്നത്. സ്വാഭാവികമായിട്ട് അത് പൊളിറ്റിക്കൽ വോട്ടാണ് അവരുടേത്. ആ വോട്ട് ഇപ്പൊ ഏതാണ്ട് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ട് മുന്നണികളും ഏതാണ്ട് തുല്യ നിലയിലുള്ള ഒരു മത്സരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മാൻഡേറ്റ് ജനങ്ങളുടെ ജനഹിതം ആർക്കാണ് അനുകൂലം അവർ ഭരിക്കട്ടെ എന്നല്ലേ ഇതിനകത്ത് നമുക്ക് പറയാം. അല്ലെ, ഇവർ ഇടതുപക്ഷത്ത് ആണ് എന്ന് ചിലരെങ്കിലും ഇടതുപക്ഷത്താണെന്ന് പറയുകയും BJPക്ക് എതിരാണ് അല്ലെങ്കിൽ വർഗീയ ശക്തികൾക്ക് എതിരാണെന്ന് പറയുകയും ചെയ്യുന്നവർ ഫലത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് ഒരു പക്ഷേ ഭാവിയിൽ വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ കൂടുതൽ ശക്തി പകരുന്നതിന് മാത്രമേ അത് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നതിനേക്കാളും എന്താണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുക എന്ന സൊല്യൂഷൻസ് ആയിരിക്കും ഒരു പക്ഷെ ഉപദേശിക്കുന്നത് നല്ലത്. ഓക്കെ, ഉണ്ണി ഇതിൽ പറഞ്ഞു കഴിഞ്ഞില്ലേ? അതെ, ഇതിലിപ്പോൾ എനിക്ക് നേരത്തെ തോന്നിയത് മാത്രമേ ഇപ്പോൾ തോന്നുന്നുള്ളൂ. കാരണം എന്നാൽ ഈ സാഹിത്യ സാംസ്കാരിക നായകന്മാർ കാണുന്നൊരു കാഴ്ചപ്പാടുണ്ട് ഈ വിഷയത്തോട്. അത് അവരുടെ കാഴ്ചപ്പാട്, അവർ ദീർഘവീക്ഷണത്തിൽ ഈ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവർ ശരിയായ തലത്തിൽ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം പറയുന്നു. അവരുടെ അഭിപ്രായത്തിന് ആ നിലയിൽ മാത്രമേ വോട്ടർമാരും മറ്റു സമൂഹവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, വർത്തമാനകാല സാഹചര്യത്തിൽ കാണൂ എന്നാണ്